My dear children, how are you? I hope you are well and I hope you are safe. Okay. അപ്പോൾ നമുക്ക് മാർച്ച് 22-ന് നമ്മളെ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അതിന് മുമ്പായിട്ട് ടീച്ചർമാരെല്ലാവരും അവരവരുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എസ് എ റൈറ്റിങ്ങിനെ പറ്റി നമ്മുടെ സജിനി ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് എക്സ് എ റൈറ്റിംഗ് ഉണ്ട്. എസ് എ റൈറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ 3 സബ്ജക്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഹിന്ദിയിലൊന്ന്, ഇംഗ്ലീഷിലൊന്ന്, മലയാളത്തിലൊന്ന്, 3 സബ്ജക്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ആ സബ്ജക്റ്റിനെ കുറിച്ചുള്ള എസ്സേസ് ആണ് റൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും റെഫറൻസ് എടുക്കാം, ഗൂഗിളിൽ നിന്ന് എടുക്കാം, വല്ല ബുക്ക് റെഫറൻസ് ചെയ്യാം, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഏതെങ്കിലും 2 സബ്ജക്റ്റിൽ എന്തായാലും നിങ്ങൾ കമ്പൽസറി എല്ലാ പേരും എഴുതിയിരിക്കണം. ഓക്കെ, കമ്പൽസറി ആണ് അത് എഴുതേണ്ടത്. അതെഴുതി മാർച്ച് 10-ന് നമ്മളെ സ്കൂളിൽ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഫീസിൻ്റെ കാര്യവും സിസ്റ്റർ ഓർമ്മിപ്പിക്കാൻ വീണ്ടും പറയുകയാണ്. പെൻഡിങ് കിടക്കുന്നവർ കൊണ്ട് അടയ്ക്കുക, മന്ത്ലി ഫീസ് അടയ്ക്കാൻ കിടക്കുന്നവർ അടയ്ക്കുക, അതും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എസ് എ റൈറ്റിങ്ങിൻ്റെ കാര്യം പറയട്ടെ. അതെങ്ങനെയാണ് എസ് എ റൈറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മോഡൽ ഷൈനി ടീച്ചർ അയച്ചും തന്നിട്ടുണ്ട്, എങ്ങനെ എഴുതണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ കണ്ട് അതനുസരിച്ച് വേണം നിങ്ങൾ എന്ത് എസ് എ എഴുതാൻ. പേപ്പർ ഫയലാക്കി കൊടുക്കേണ്ടതാണ്. സ്കൂളിൽ തന്നെ എത്തിക്കണം. നമ്മുടെ കയ്യിൽ വെച്ചിരിക്കുകയോ ഇങ്ങോട്ട് മൊബൈൽ വഴി അയച്ചു തരികയല്ല ചെയ്യേണ്ടത്, സ്കൂളിൽ തന്നെ എത്തിക്കുക. അതിന് മാർക്കുള്ളതാണ്, വെറുതെ മാർക്കൊന്നും ആവശ്യമില്ലാതെ കൊണ്ട് കളയരുത്. ഓക്കെ, അപ്പോൾ അത് ഓർമ്മിച്ചേക്കുക. എന്താണ്, മിനിമം 5 പേജ് ഉണ്ടായിരിക്കണം. മാക്സിമം എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം, പക്ഷെ മിനിമം 5 പേജ്. അത് കണ്ടന്റ് ഫുള്ള് നല്ല വാരി വലിച്ച് എന്തെങ്കിലും എഴുതിയാൽ മാത്രം പോരാ. ഒരു 5 പേജ് എന്ന് പറയുന്നത് നല്ല വാല്യൂ ഉള്ള 5 പേജസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിനി മാർച്ച് 22-ന് എക്സാം ഉണ്ട്. എക്സാമിന് മുമ്പായിട്ട് ടീച്ചർ പറഞ്ഞു തരാം നമുക്ക് ഏതൊക്കെ ചാപ്റ്ററാണ് എക്സാമിനുള്ളതെന്ന് പറയാം. ഓക്കെ, ചാപ്റ്ററുകൾ നോക്കിയേ. ഫ്രാക്ഷൻ മൾട്ടിപ്പിൾസ് ഉണ്ട്, ഫ്രാക്ഷൻസ് ഉണ്ട്, ലൈൻസ് ആൻഡ് ആംഗിൾസ് ഉണ്ട്, പിന്നെ മെട്രിക്സ് മെഷർമെൻ്റ് ഉണ്ട്, പെരിമീറ്റർ ആൻഡ് ഏരിയ ഉണ്ട്, ടൈം ഉണ്ട്. പാറ്റേൺ കട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് ഞാൻ. പാറ്റേൺ മിക്കവാറും വേണ്ട. ഓക്കെ, അത് വേണ്ടാന്ന് വെക്കാനേ പറ്റത്തുള്ളൂ. റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റാസ്. ഓക്കെ, ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻസ്, മൾട്ടിപ്പിൾസ്. നിങ്ങൾ ഓർത്ത് വെച്ച് തന്നെ പഠിക്കുക. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ടായിരിക്കും. അതുപോലെ ഫ്രാക്ഷൻ, അതുപോലെ ലൈൻസ്, ആംഗിൾസ്, അതിൽ നിന്ന് അധികം എന്നാലും ഉണ്ട് കേട്ടോ. പിന്നെ മെട്രിക്സ് മെഷേഴ്സ്, പെരിമീറ്റർ ആൻഡ് ഏരിയ നോക്കുക, ടൈം നോക്കുക. ഓക്കെ, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, നമ്മൾ പഠിപ്പിക്കുന്ന എല്ലാ ചാപ്റ്ററും വേണം. നമുക്ക് ഇനി നെക്സ്റ്റ് ഇയർ അടുത്ത അക്കാഡമിക്കിൽ പോകുമ്പോഴത്തേക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലൈൻസ് എവിടെ വരെയോ പഠിച്ച് നിർത്തി അല്ലേ. ലൈൻസ് ഒക്കെ അളന്ന് എഴുതാനൊക്കെ പഠിച്ചു. ആംഗിൾസ് എങ്ങനെയെങ്കിലും ലൈൻസ് വരെ നമ്മൾ പറഞ്ഞോളോ. അതേ ആംഗിൾസ് പറഞ്ഞോ മക്കളെ? പറഞ്ഞോ ഇല്ലയോ? ഒന്നുകൂടെ പറയാം ടീച്ചർ. സ്കെയിൽ വെച്ച് ലൈൻസിലൊക്കെ അറിയാലോ. ആംഗിൾ എന്ന് പറയുന്നത് 2 ആംസ് ചേരുന്നതാണ്. ഓക്കെ, ആംഗിൾ എന്ന് പറയുന്നത് ഇങ്ങനെയും വന്ന് ഇതാണ് എന്തെന്ന് പറയുന്നത് ആംഗിൾ. ഈ ഫോം ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ആംഗിൾ എന്ന് പറയുന്നത്. ഇത് അകത്ത ആംഗിൾ, ഇതാണ് എന്തെന്ന് പറയുന്നത് ഇന്റീരിയർ ആംഗിൾ. അകത്ത് വരുന്ന ആംഗിൾ എന്താണ്? ഇന്റീരിയർ ആംഗിൾ. ഈ വെളിയിൽ വന്ന ആംഗിൾ എന്താണ്? എക്സ്റ്റീരിയർ ആംഗിൾ. ഇപ്പോൾ ഇന്റീരിയറും ഉണ്ട്, എക്സ്റ്റീരിയറും ഉണ്ട്. ഓക്കെ, എപ്പോഴും ആംഗിളിന് പേര് കൊടുക്കുമ്പോൾ ഇത് എക്സ് വൈ ഇസഡ് ആണെങ്കിൽ ആംഗിളിന്റെ പേര് എഴുതുന്ന ആംഗിൾ എക്സ് വൈ ഇസഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ആംഗിൾ ഇസഡ് വൈ ഇസ് എക്സ് എന്ന് പറയാം. മിഡിലിൽ വരുന്ന ഈ വെർട്ടെക്സിൽ വരുന്ന പോയിന്റ് പേര് തന്നെയായിരിക്കണം എപ്പോഴും നമ്മൾ മിഡിലിൽ കൊടുക്കാൻ. ആംഗിളിന്റെ പേര് എഴുതുമ്പോൾ എപ്പോഴും മിഡിലിൽ കൊടുക്കേണ്ട ഈ വെർട്ടെക്സിൽ വരുന്ന പേര് തന്നെ ആയിരിക്കണം. ഇവിടെ നിന്ന് ഇങ്ങനെ പറയാം, ഇങ്ങനെയും പറയാം. ഓക്കെ, അല്ലാതെ വൈ എക്സ് ഇസഡ് അത് തെറ്റാണ്. പിന്നെ ഇസഡ് എക്സ് വൈ ഇതും തെറ്റാണ്. ഇത് രണ്ടും റോങ് ആണ്. ഓക്കെ, നമുക്ക് മിഡിലിൽ വരുന്ന വെർട്ടെക്സിൽ വരുന്ന പേര് മിഡിലിൽ തന്നെ പറയുക. അതാണ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ,
പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് സർക്കിൾസ്. അത് ടീച്ചർ പറഞ്ഞതാണ്. സർക്കിൾ എന്താണ്? സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ നിങ്ങൾക്കറിയാം അല്ലേ? സർക്കിളൊക്കെ കുഞ്ഞിലെ നമുക്കറിയാവുന്നതാണ്. ഇതാണ് നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത്. സർക്കിളിന് ഒരു എപ്പോഴും എന്തുണ്ടായിരിക്കും? ഒരു സെന്റർ ഉണ്ടായിരിക്കും. ഓക്കെ, സെന്റർ O. സെന്റർ ഏതാണ്? O ആണ്. സർക്കിളിന്റെ സെന്റർ O ആണ്. ഓക്കെ, സർക്കിളിന് ഒരു സെന്റർ ഉണ്ട്. സർക്കിളിന് ഒരു റേഡിയസ് ഉണ്ട്. ഒന്നല്ല, ഇഷ്ടമാതിരി റേഡിയസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ OP ആണ് എന്തെന്ന് പറയുന്നത്? റേഡിയസ്. OP ആണ് റേഡിയസ്. റേഡിയസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സർക്കിള് ഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് കോമ്പസ് എടുത്ത് വെച്ച് ഈ റേഡിയസ് എത്രയാണോ ആ അളവെടുത്താണ് നമ്മൾ സർക്കിൾ ഉണ്ടാക്കുന്നത്. ഓട്ടെ, അപ്പോൾ നമുക്ക് ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് സർക്കിളിന്റെ ഒരു പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ്. അപ്പോൾ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഇതൊരു റേഡിയസ് ആണ്. സർക്കിളിന്റെ സെന്ററിൽ നിന്ന് സർക്കിളിന്റെ ഇത് വേറൊരു റേഡിയസ് ആണ്. ഈ രണ്ട് റേഡിയസുകളും കൂടെ ചേരുന്നതാണ് ഡയമീറ്റർ. AB എന്ന് പറയുന്നത് എന്താണ്? ഡയമീറ്റർ. AB എന്താണ്? ഡയമീറ്റർ. ക്ലിയർ ആവുന്നുണ്ടോ? AB ഡയമീറ്റർ. സർക്കിളിന്റെ സെന്ററിൽ നിന്നും സർക്കിളിന്റെ ഏതെങ്കിലും ഒരു പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ് എന്ന് പറയുന്നത്. പിന്നെ ഡയമീറ്റർ എന്ന് വെച്ചാൽ സർക്കിളിന്റെ സെന്ററിൽ കൂടെ സർക്കിളിന്റെ 2 പോയിന്റുകളെ മീറ്റ് ചെയ്യുന്നു. അതും സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന 2 പോയിന്റുകൾ മീറ്റ് ചെയ്യുന്നതാണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണ് പ്രത്യേകത? ഡയമീറ്റർ എന്ന് പറയുന്നത് രണ്ട് റേഡിയസുകൾ ചേർന്നതാണ് അല്ലെ? OA എന്ന് പറയുന്നത് OB എന്ന് പറയുന്നത് 2 റേഡിയസുകൾ ചേർന്നതാണ് ഡയമീറ്റർ. അപ്പൊ 2 ഇൻറ്റു റേഡിയസ് ആയിരിക്കും. അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? ഡയമീറ്റർ ബൈ 2 ആയിരിക്കും. ഡയമീറ്റർ ബൈ 2 ആയിരിക്കും. അപ്പോൾ റേഡിയസും ഡയമീറ്ററും തമ്മിലുള്ള റിലേഷൻ മനസ്സിലായോ? ഇതൊക്കെ ഇനി തുടർന്ന് ഏത് ക്ലാസ്സിൽ പോയാലും നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. റേഡിയസ് എന്ന് പറയുന്നത് ഡയമീറ്ററിന്റെ ഹാഫാണ് റേഡിയസ്. റേഡിയസിന്റെ ഡബിൾ ആണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓർമ്മിച്ച് വെച്ചേക്കാം. നമുക്കൊരു സർക്കിൾ വരയ്ക്കണമെങ്കിൽ അപ്പോൾ സെന്റർ എന്താണ്? റേഡിയസ് എന്താണ്? പിന്നെ സെമി സർക്കിൾ, അതായത് സർക്കിളിന് ഇതാണ് ഡയമീറ്റർ എന്ന് പറയുന്നു. ഡയമീറ്റർ വെച്ച് മുറിക്കുന്ന ഇത് ഇപ്പോൾ സെമി സർക്കിൾ. സർക്കിൾ ഫുള്ളില്ല, സർക്കിളിന്റെ ഹാഫേ ഉള്ളൂ. ഇതാണ് എന്തെന്ന് പറയുന്നത്? സെമി സർക്കിൾ. ഇതെന്താണ്? സെമി സർക്കിൾ. പകുതിയിൽ മുറിക്കുന്നതാണ് സെമി സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റേഡിയസ് പിന്നെ സർക്കംഫറൻസ് ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ടീച്ചർ. സർക്കിളിന്റെ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ പോയിന്റിൽ തന്നെ, അതായത് ആ സർക്കിൾ ഉണ്ടാക്കാൻ എടുത്ത ഇതാണ് സർക്കംഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സർക്കംഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു സർക്കിൾ വരയ്ക്കണമെങ്കിൽ റേഡിയസ് 3 സെന്റിമീറ്റർ ഉള്ള ഒരു സർക്കിൾ വരയ്ക്കാൻ നമ്മുടെ അടുത്ത് പറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കോമ്പസ് എടുക്കുക, കോമ്പസിൽ പെൻസിൽ ഫിക്സ് ചെയ്യുക, സ്കെയിലിൽ എടുത്ത് വെച്ച് 3 സെന്റിമീറ്റർ ഉള്ള ഒരു കോമ്പസ് അടയാളപ്പെടുത്തുക. ഓക്കെ, നമ്മൾ കോമ്പസിൽ 3 സെന്റിമീറ്റർ എടുത്തു. ഓക്കെ, കോമ്പസിന്റെ ഒരു എൻഡ് ആ സൂചിമന നീഡിൽ ഇണക്കിരിക്കുന്നത് 0-ലും വെക്കുക. പെൻസിൽ വരുന്ന സ്ഥലം 3-ലെത്തുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് ആ കോമ്പസ് അതുപോലെ എടുത്ത് നീഡിൽ ബുക്കിൽ കുത്തുക. ഈ അളവ് മാറ്റാതെ എന്ത് വരയ്ക്കുക? സർക്കിൾ വരയ്ക്കുക. ഓക്കെ, ഇതാണ് 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ അങ്ങനെ സർക്കിളുകൾ ഡയമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ റേഡിയസ് വരയ്ക്കാൻ റേഡിയസ് വെച്ച് മാത്രമേ നമുക്ക് സർക്കിൾ ഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡയമീറ്റർ തന്നിട്ട് സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞാൽ ഡയമീറ്റർ പ്ലസ് 6 സെന്റിമീറ്റർ അല്ലെങ്കിൽ 8 സെന്റിമീറ്റർ ഡയമീറ്റർ ആയ ഒരു സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിന്റെ റേഡിയസ് കാണുക. റേഡിയസ് എന്ന് പറയുന്നത് 8/2 ആണ്, = 4 സെന്റിമീറ്റർ. 4 സെന്റിമീറ്റർ അളവുള്ള ഒരു സർക്കിൾ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് വീട്ടിൽ ഇരുന്ന് വരച്ച് നോക്കുക കേട്ടോ. Find the 7 geometrical shapes of the following. അത് നമുക്ക് വേണ്ട കേട്ടോ മക്കളെ, അതിൻ്റെ ആവശ്യമില്ല, അത് പഠിക്കണ്ട. ക്യൂസും ഫോൾഡറും ഒക്കെയാണ്, അത് വേണ്ട കേട്ടോ. ഓക്കെ, അടുത്തതാണ് മെട്രിക്സ് മെഷേഴ്സ്. ഓക്കെ, നമ്മൾ ക്ലാസ് നമുക്ക് പോർഷൻസ് തീരാനുള്ളത് കൊണ്ട് സജനി ടീച്ചറിൻ്റെ ക്ലാസ്സും കൂടെ, അതായത് നിങ്ങൾക്ക് ഇനി വെനസ്ഡേ മലയാളം ഇല്ലേ,
ആ ക്ലാസ്സും കൂടെ ടീച്ചറിന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ക്ലാസ് മലയാളം കംപ്ലീറ്റ് ആയെങ്കിൽ ടീച്ചർ പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ ആലോചിച്ചിട്ട് വെനസ്ഡേയും കൂടെ ചിലപ്പോൾ മാത്സ് ക്ലാസ്സുകൾ ഇനി ഉണ്ടായിരിക്കും കേട്ടോ. നമുക്ക് പോർഷൻസ് തീർക്കണ്ടേ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വേണം, റിവിഷൻ വേണം, അങ്ങനെയൊക്കെ കുറേ കടമകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടീച്ചറിനോടൊന്ന് ചോദിക്കട്ടെ, മലയാളം പോർഷൻ കംപ്ലീറ്റ് ആയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ മലയാളം ക്ലാസ്സും കൂടി ഇങ്ങ് എടുക്കും കേട്ടോ. ഓക്കെ, മെട്രിക്സ് മെഷേഴ്സ്. എന്താണ് മെട്രിക്സ് മെഷേഴ്സ്? ഓക്കെ, മെട്രിക്സ് മെഷേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലെങ്തിന് തന്നെ പല അളവുകളുണ്ട് അല്ലേ. നമ്മളിപ്പോൾ കുഞ്ഞു വരെയാണെങ്കിൽ മില്ലിമീറ്റർ, ഏറ്റവും കുഞ്ഞു വരെയാണെങ്കിൽ മില്ലിമീറ്റർ, ദെൻ സെൻറ്റിമീറ്റർ, പിന്നെ മീറ്റർ, തുണിയുടെയൊക്കെ അളവാണെങ്കിൽ ക്ലോത്തിൻ്റെയൊക്കെ അളവാണെങ്കിൽ മീറ്റർ, പിന്നെ നമ്മൾ റോഡിൻ്റെ ലെങ്ത്, എന്താണ് നമ്മുടെ റോഡ്, നമ്മളിപ്പോൾ ഇന്ന സ്ഥലം മുതൽ ഇന്ന സ്ഥലം വരെയുള്ള ഡിസ്റ്റൻസ് ഒക്കെ കിലോമീറ്ററിൽ പറയും അല്ലേ. അപ്പോൾ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് മില്ലിമീറ്റർ, അതിൽ നിന്ന് കുറച്ചുകൂടെ വലുത് സെൻറ്റിമീറ്റർ, അതിൽ നിന്നും കുറച്ചുകൂടെ വലുത് മീറ്റർ, അതിൽ നിന്ന് കുറച്ചുകൂടെ വലുത് കിലോമീറ്റർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലെങ്തിൽ പറയുന്നത്. ഓക്കെ, ഈ മെഷേഴ്സിൽ കൺവേർട്ട് ദ യൂണിറ്റ് ഓഫ് മെഷേഴ്സ് ഓഫ് ലെങ്തിൻ്റെ യൂണിറ്റ് മെഷേഴ്സ് നമ്മൾ ചെയ്യാൻ ചോദിക്കും. ഓക്കെ, അതിന് വേണ്ടിയാണ് ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കണം, കൺവേർട്ട് ചെയ്യാനൊക്കെയാണ് കേട്ടോ. അത് നമുക്ക് നോക്കാം. മെഷേഴ്സ് യൂണിറ്റ് എന്ന് പറയുന്നത് കൺവേർട്ട് ദ യൂണിറ്റ് കൺവേർട്ട് ചെയ്യാൻ നമ്മുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് സ്കെയിലിൽ കുഞ്ഞു കുഞ്ഞു വരകളുണ്ടല്ലോ, അത് 10 മില്ലിമീറ്റേഴ്സ് ചേരുന്നതാണ് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. എന്താണ് 10 മില്ലിമീറ്റേഴ്സ് ചേരുന്നതാണ് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. 10 മില്ലിമീറ്റേഴ്സ് ചേരുന്നതാണ് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, 100 സെൻറ്റിമീറ്റേഴ്സ് ചേരുന്നതാണ് 1 മീറ്റർ എന്ന് പറയുന്നത്. 100 സെൻറ്റിമീറ്റേഴ്സ് ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത് 1 മീറ്റർ എന്ന് പറയുന്നത്. 100 സെൻറ്റിമീറ്റേഴ്സ് ചേരുന്നതാണ് 1 മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, 1000 മീറ്റർ ചേരുന്നതാണ് 1 കിലോമീറ്റർ എന്ന് പറയുന്നത്. 1000 മീറ്റർ ചേരുന്നതാണ് 1 കിലോമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1 സെൻറ്റിമീറ്റർ is equal to 10 മില്ലിമീറ്റർ ആണ്. 1 മീറ്റർ is equal to 100 സെൻറ്റിമീറ്റർ ആണ്. 1 കിലോമീറ്റർ is equal to 1000 സെൻറ്റിമീറ്റർ ആണ്, 1000 മീറ്റർ ആണ്. അപ്പം നോക്കിയേ, ഇത് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ ചോദിക്കും. ഓക്കെ, കൺവേർട്ട്, ഇപ്പോൾ എക്സാമ്പിൾ ഇങ്ങനെയാണ് കൺവേർട്ട്, നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, കൺവേർട്ട് 5 മീറ്റർ ഏതിലോട്ടാക്കുക, 5 മീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്ററിലോട്ടാക്കുക. 5 മീറ്ററിനെ എന്തിലോട്ടാക്കുക, സെൻറ്റിമീറ്ററിലോട്ടാക്കുക. അപ്പം നമുക്കറിയാവുന്ന കാര്യം 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ് അല്ലേ, 100 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ നമുക്ക് 5 മീറ്റർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 1 മീറ്റർ ആണെങ്കിൽ 100 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 5 മീറ്റർ ആകുമ്പോൾ 5 ഇൻറ്റു 100 സെൻറ്റിമീറ്റർ ആവും, ഇസ് ഈക്വൽ ടു 500 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. എന്തെന്ന് കിട്ടും, 500 സെൻറ്റിമീറ്റർ എന്ന് കിട്ടുന്നു. ഓക്കെ, ക്ലിയർ ആയോ? ഇങ്ങനെയാണ് കൺവേർട്ട് ചെയ്യാൻ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. വേറൊരു എക്സാമ്പിൾ നോക്കിയേ, കൺവേർട്ട് 5 മീറ്റർ 20 സെൻറ്റിമീറ്റർ 5 മീറ്റർ 20 സെൻറ്റിമീറ്റർ ഇൻറ്റു മൊത്തത്തിൽ എന്തിലോട്ടാക്കുക, സെൻറ്റിമീറ്ററിലോട്ടാക്കുക. അപ്പം നോക്കുമ്പോൾ നമുക്ക് ഇവിടെ 20 സെൻറ്റിമീറ്ററും ഉണ്ട് 5 മീറ്ററും ഉണ്ട് അല്ലേ. അപ്പോൾ 5 മീറ്ററും ഉണ്ട് 20 സെൻറ്റിമീറ്ററും ഉണ്ട്. അപ്പം മീറ്ററിനെയാണ് നമ്മൾ സെൻറ്റിമീറ്ററിലോട്ടാക്കേണ്ടത്. മറ്റത് എന്ത് തന്നെയാണ് കിടക്കുന്നത്, സെൻറ്റിമീറ്ററിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ 5 മീറ്റർ അതിനെ സെൻറ്റിമീറ്ററിലൊക്കെ ഇൻറ്റു 100 പ്ലസ് ഇത് 20 സെൻറ്റിമീറ്റർ തന്നെയാണ്, അവന് ഒരു മാറ്റവും ഇല്ല, അതുപോലെ എഴുതുന്നു. പ്ലസ് ചെയ്ത് ആഡ് ചെയ്തങ്ങ് എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഇത് എത്രയാവും, 500 സെൻറ്റിമീറ്റർ പ്ലസ് 20 സെൻറ്റിമീറ്റർ. ഓക്കെ, രണ്ടും ഒരേ മെഷേഴ്സ് ഒന്ന് ആഡ് ചെയ്യാൻ പറ്റുമല്ലോ. 520 സെൻറ്റിമീറ്റർ. ക്ലിയർ ആയോ? 520 സെൻറ്റിമീറ്റർ. ആൻസർ ഈസ് 520 സെൻറ്റിമീറ്റർ. വേറൊരു എക്സാമ്പിൾ ടീച്ചർ പറയാം, കൺവേർട്ട് ചെയ്യാൻ തന്നെ നമ്മുടെ അടുത്ത് പറയുന്നു 7 മീറ്റർ 15 സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്ററിലോട്ട് തന്നെ കൺവേർട്ട് ചെയ്യാൻ ചോദിക്കുന്നു.
അപ്പോൾ നമ്മൾ എഴുതുന്നു 7 മീറ്റർ 15 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു 7 മീറ്ററിന് സെൻറ്റിമീറ്ററിലോട്ടാക്കുന്നു ഇൻറ്റു 100 സെൻറ്റിമീറ്റർ പ്ലസ് അടുത്ത ആൾ സെൻറ്റിമീറ്റർ തന്നെ ആയതുകൊണ്ട് അതുപോലെ എഴുതുന്നു പ്ലസ് ചെയ്ത് എഴുതുന്നു ഇസ് ഈക്വൽ ടു 700 സെൻറ്റിമീറ്റർ പ്ലസ് 50 സെൻറ്റിമീറ്റർ രണ്ടും കൂടെ ചേരുമ്പോൾ 750 സെൻറ്റിമീറ്റർ ടോട്ടൽ എന്ന് പറയുന്നത് 750 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഈസിയാണ്. എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 100 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ മീറ്ററിൽ കിടക്കുന്നതിനെ ഇൻറ്റു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഇനി നേരെ തിരിച്ച് നമുക്ക് സെൻറ്റിമീറ്റർ തന്നേക്കും, അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ചോദിക്കും. സെൻറ്റിമീറ്ററിൽ തന്നിരിക്കുന്നതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ചോദിക്കും. നമുക്ക് ആ മോഡൽ ഒന്ന് ചെയ്യാം. ഇപ്പോൾ സെൻറ്റിമീറ്ററിൽ മീറ്ററിൽ തന്നിരിക്കുന്ന സെൻറ്റിമീറ്ററിലോട്ടാക്കാൻ ഇൻറ്റു 100 ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ കൺവേർട്ട് സെൻറ്റിമീറ്റർ ഇൻറ്റു മീറ്റർ ആക്കുന്നു. ഫസ്റ്റ് നോക്കിയേ, കൺവേർട്ട് 200 സെൻറ്റിമീറ്റർ ഇൻറ്റു മീറ്റർ. ഓക്കെ, സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ടാക്കിയാണ്. നോക്ക്, ഇതാണ് നമ്മൾ മാറ്റുന്നത് അല്ലേ. അപ്പോൾ 1 മീറ്റർ ആണ് എന്തെന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. 100 സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ ആയത്. അപ്പോൾ അതിനെ നമ്മൾ സെൻറ്റിമീറ്ററിലോട്ടാക്കുന്നു. സെൻറ്റിമീറ്ററിൽ നിന്ന് മീറ്ററിലോട്ടാക്കുകയാണെങ്കിൽ 1/100 മീറ്റർ ആവും. 1/100 മീറ്റർ ആവും. നേരത്തെ ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു, ഇവിടെയാണെങ്കിൽ 100 കൊണ്ട് എന്ത് ചെയ്ത് കൊടുക്കുക? ഡിവൈഡ് ചെയ്യുക. ഇവിടെയാണെങ്കിൽ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. നോക്കൂ, നമ്മളത് പറഞ്ഞേക്കുന്നത് 100 സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ ആയത്. 100 സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ ആയത്. ഇവിടെ 200 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ 200 സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ടാക്കാൻ ഡിവൈഡഡ് ബൈ 100 മീറ്റർ. ഓക്കെ, 100 മീറ്റർ ഡിവൈഡഡ് ബൈ 100 മീറ്റർ. സെൻറ്റിമീറ്റർ മാറ്റി മീറ്ററിലാക്കാൻ എന്ത് ചെയ്തു? ഡിവൈഡഡ് ബൈ 100 കൊടുത്തു. 0 ക്യാൻസൽ ആയി. 2 മീറ്റർ. ആൻസർ എന്താണ്? 2 മീറ്റർ. എന്താണ് ആൻസർ? 2 മീറ്റർ. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ നമുക്ക് സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ടാക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം 100 സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ. അപ്പോൾ 200 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 200 ഡിവൈഡഡ് ബൈ 100 കൊടുത്ത് ചെയ്യുക. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 220 സെൻറ്റിമീറ്റർ ഇൻറ്റു മീറ്റർ ആൻഡ് സെൻറ്റിമീറ്റർ. മീറ്ററിലും സെൻറ്റിമീറ്ററിലോട്ടും ആക്കാനാണ് പറഞ്ഞേക്കുന്നത്. 220 സെൻറ്റിമീറ്റർ ഇൻറ്റു മീറ്റർ ആൻഡ് സെൻറ്റിമീറ്റർ. മീറ്ററിലും സെൻറ്റിമീറ്ററിലോട്ടും ആക്കണം. അപ്പോൾ നമ്മൾ അറിയാവുന്ന കാര്യം എഴുതുന്നു. 100 സെൻറ്റിമീറ്റർ ചേർന്നാലാണ് 1 മീറ്റർ ആവുന്നത്. അപ്പോൾ 220 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. 200 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതിന് 200 സെൻറ്റിമീറ്റർ പ്ലസ് 20 സെൻറ്റിമീറ്റർ നമുക്ക് രണ്ടാക്കി എഴുതിക്കൂടെ? അതിനുള്ള റീസൺ എന്താണ്? 100ന്റെ ടേം ഒരു വരണം, എങ്കിലേ നമുക്ക് മീറ്ററിലോട്ടാക്കാൻ എളുപ്പമാവത്തുള്ളൂ. പിന്നെ 20, ബാക്കിയുള്ളത് 20. ഇനി ഇതിനെ നമുക്ക് സെൻറ്റിമീറ്ററിന് മീറ്ററിലോട്ടാക്കാൻ ഡിവൈഡഡ് ബൈ ആര് കൊടുക്കണം? 100 മീറ്റർ പ്ലസ് സെൻറ്റിമീറ്റർ മാറ്റുന്നില്ല, അതേമാതിരി എഴുതുന്നു. ഇസ് ഈക്വൽ ടു ഇവിടെ 2 മീറ്റർ 20 സെൻറ്റിമീറ്റർ. മീറ്ററിലും സെൻറ്റിമീറ്ററിലോട്ടും കൂടെ കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ആൻസർ എങ്ങനെ കിട്ടും? 2 മീറ്റർ 20 സെൻറ്റിമീറ്റർ. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ നോക്കണം, നമ്മൾ ചെയ്യുമ്പോൾ തെറ്റാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം ഓർത്ത് തന്നെ ചെയ്യുക. സെൻറ്റിമീറ്ററിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടെങ്കിൽ ഈസിയാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? മീറ്ററിൻ്റെ പ്ലേസിൽ 100 കൊണ്ടെങ്കിൽ ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ, ഇനി സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ടാക്കാനാണെങ്കിൽ സെൻറ്റിമീറ്ററിൽ തന്നേക്കും, അതിനെ മീറ്ററിലോട്ട് ആക്കാൻ പറയുകയാണെങ്കിൽ സെൻറ്റിമീറ്റർ മാറ്റി അവിടെ മീറ്റർ ആവണമെങ്കിൽ ഡിവൈഡഡ് ബൈ എന്ത് കൊടുക്കുക? 100 കൊടുക്കുക. ക്ലിയർ ആയോ? ഡിവൈഡഡ് ബൈ 100 കൊടുക്കുക. അപ്പോൾ എക്സസൈസ് 8.1 കുറേ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. എല്ലാം നിങ്ങൾ തന്നെ ചെയ്യുക. ഓക്കെ, ദെൻ
ഇന്ന് ഡേറ്റ് 20 എത്രയാണ് മക്കളെ, എത്രയാവട്ടെ, എന്നാലും 28 ഉള്ളൂ നമുക്ക്. അപ്പോൾ 28, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത മാസം 15 കൂടി നമുക്ക് റിവിഷൻ ക്ലാസ് തരണം. അപ്പോൾ അതിന് മുമ്പ് 2-3 ക്ലാസ് ഇനി കിട്ടത്തുള്ളൂ അല്ലേ, 2 ക്ലാസ്സേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ പോർഷൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ബുധനാഴ്ചത്തെ വെനസ്ഡേയില മലയാളം ക്ലാസ് കൊണ്ട് ടീച്ചർ ചോദിച്ചു വാങ്ങും കേട്ടോ. ഓക്കെ, ഇനി നോക്കിയ അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ദി ലെങ്തിന്റെ അഡിഷനും സബ്ട്രാക്ഷനും ആണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ടീച്ചർ കരുതുന്നു. നിങ്ങൾ എക്സസൈസിലുള്ളത് ചെയ്ത് നോക്കൂ. ദെൻ അടുത്തത് നോക്കിയേ, അടുത്തത് ആഡ് ചെയ്യാനാണ്. 25 മീറ്റർ, 20 സെന്റിമീറ്റർ, 38 മീറ്റർ, 97 സെന്റിമീറ്റർ. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മാത്രം, ആഡ് ചെയ്യാൻ കുഞ്ഞു ക്ലാസ്സിലേ പഠിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കറിയാം അല്ലേ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് മീറ്ററിലും സെന്റിമീറ്ററിലും ഉള്ള മെഷേഴ്സ് ആണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പൊ മീറ്ററിലുള്ള ആളുണ്ട്, സെന്റിമീറ്ററിലുള്ള ആളുണ്ട്. ഓക്കെ, ഇങ്ങനെ തന്നെ എഴുതുക. മീറ്ററിന്റെ പ്ലേസും സെന്റിമീറ്ററിന്റെ പ്ലേസും എഴുതുക. മീറ്ററിന്റെ പ്ലേസിൽ 25 മീറ്റർ, 20 സെന്റിമീറ്റർ ഇങ്ങനെ എഴുതിയാൽ എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? 25 സെന്റിമീറ്റർ, 20 സെന്റിമീറ്റർ. ദെൻ 38 മീറ്റർ, 97 സെന്റിമീറ്റർ. ഓക്കെ, ദെൻ ഇത് രണ്ടും കൂടി എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? ആഡ് ചെയ്യാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. ക്ലിയർ ആയോ? അപ്പോൾ 7 ഇവിടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് വരുന്നത്? 2ഉം 9ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 11 ആണ്. 11ൽ ഒരു 1 എഴുതാറുള്ളൂ, ബാക്കി 1 ഇപ്പുറത്ത് തന്നെ കൊടുക്കണം, അവിടെ എഴുതി വെക്കരുത്. ഓക്കെ, അപ്പോൾ 5ഉം 1ഉം 6ഉം 8ഉം 14 അല്ലെ. 14ൽ 4 എഴുതുക, റിമൈൻഡർ 1 കൊടുക്കുക. 60. ഓക്കെ, 64 മീറ്റർ, 70 സെന്റിമീറ്റർ. ആൻസർ എന്താണ്? 64 മീറ്റർ, 70 സെന്റിമീറ്റർ. ഓക്കെ, ഇത് എളുപ്പമാണ്, നമ്മളൊന്നും ചെയ്യണ്ട, ഈസിയാണ്. ആഡ് ചെയ്യാൻ കുഞ്ഞു ക്ലാസ്സിലേ നമുക്കറിയാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? ആഡ് ചെയ്യേണ്ട മീറ്ററും സെന്റിമീറ്ററും എന്ന് മേളിൽ എഴുതുക. എന്നിട്ട് മീറ്ററിന്റെ പ്ലേസിൽ മീറ്ററിന്റെ ആൾക്കാരെ, സെന്റിമീറ്ററിന്റെ പ്ലേസിൽ സെന്റിമീറ്ററിന്റെ ആൾക്കാരെ എഴുതാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി, വേറൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഇതേമാതിരി തന്നെയാണ് സബ്ട്രാക്ഷൻ അവർ പറയുന്നത്. സബ്ട്രാക്ഷൻ പറയുന്നു എന്താണ്? 15 മീറ്റർ, 95 സെന്റിമീറ്റർ മൈനസ് 3 മീറ്റർ, 87 സെന്റിമീറ്റർ. ഓക്കെ, ഇത് സബ്ട്രാക്ട് ചെയ്യുന്നത് നോക്കി. അപ്പോൾ മീറ്ററിന്റെ പ്ലേസ് വേണം, സെന്റിമീറ്ററിന്റെ പ്ലേസ് വേണം. 15, 95, 3ഉം 87 സബ്ട്രാക്ട് ചെയ്യുന്നു. 5ന്ന് 7 കുറയ്ക്കാൻ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പുറത്ത് പോയി നമ്മൾ എന്ത് ചെയ്യണം? കടം ചോദിക്കണം അല്ലേ. അപ്പൊ ഇവിടെ 8 ആവും, ഇവിടെ 15 ആവും. 15ൽ നിന്ന് 7 സബ്ട്രാക്ട് ചെയ്താൽ ആൻസർ എത്രയാവും? 8 ആവും അല്ലെ. ദെൻ 8ന് 8 പോയാൽ 0 ആണ്, പിന്നെ ചെയ്യാനൊന്നുമില്ല, അവിടെ കഴിഞ്ഞു. 5ന്ന് 3 പോയാൽ 2 ആണ്, 1 ആണ്. അപ്പൊ 12 മീറ്റർ. ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതും? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന 12 മീറ്റർ 8 സെന്റിമീറ്റർ. 12 മീറ്റർ 8 സെന്റിമീറ്റർ. ആൻസർ മനസ്സിലായോ? 12 മീറ്റർ 8 സെന്റിമീറ്റർ. അപ്പോൾ ഇതേപോലെ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും നിങ്ങൾ ചെയ്തു നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്ന് മാത്രം ആലോചിക്കുക. മീറ്ററിന്റെ പ്ലേസിൽ മീറ്ററിന്റെ ആൾക്കാരും സെന്റിമീറ്ററിന്റെ പ്ലേസിൽ സെന്റിമീറ്ററിന്റെ ആൾക്കാരും കൊടുത്തു തന്നെ ചെയ്യുക. ഓക്കെ, ദെൻ ഇതുപോലെ തന്നെ മെഷേഴ്സ് സെന്റിമീറ്ററിലൊക്കെ ഉള്ളതിന് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡിവിഷനും ഉണ്ട്. മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. ഇപ്പോൾ നോക്കൂ, ആഡും സബ്ട്രാക്ഷനും ചെയ്തില്ലേ, അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനും നമുക്ക് ഈസിയാണ്. കാര്യം ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും നമുക്ക് അറിയാമായിരുന്നു കുഞ്ഞു ക്ലാസ്സിലെ. അതുപോലെ മൾട്ടിപ്ലിക്കേഷനും നമുക്കറിയാം. ടേബിൾ കഴിഞ്ഞൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരിക്കും, അന്ന് ഞാൻ ടേബിൾ എല്ലാവരുടെയും ചോദിക്കും. നിങ്ങൾക്ക് നേരിട്ട് എൻ്റെ അടുത്ത് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാനും കൂടെ വേണ്ടിയാണ് ഓൺലൈൻ ക്ലാസ് വെക്കുന്നത്. മീൻസ് അത് ഉടനെ ഉണ്ടായിരിക്കും, ടീച്ചർ ഡേറ്റ് പറയും. അതിന് മുമ്പ് ടേബിൾ ആരുടെ എപ്പോഴാണ് ഞാൻ ചോദിക്കുന്നതെന്ന് പറയത്തില്ല. ടേബിൾ എല്ലാവരും പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അടുത്ത നോക്കിയേ, 7 മീറ്റർ 20 സെന്റിമീറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറയുന്നു. ഇൻറ്റു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നേരത്തെ ചെയ്ത പോലെ തന്നെ മീറ്ററും സെന്റിമീറ്ററും എഴുതുക. 7ഉം 20ഉം ആണ്. 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, 4 ഒന്ന് എഴുതുക. 4 × 0 0, 4 ×
സോറി ഇവിടെ 25 ആണ് കേട്ടോ, 25 ആണേ. ഓക്കെ 25, 4 into 5 20, റിമൈൻഡർ 2, 4 into 2 8, 8 plus 2 10, 10ന് 0, റിമൈൻഡർ 1. അപ്പൊ അത് 2 സെന്റിമീറ്റർ രണ്ടും ചെയ്തു കഴിഞ്ഞു. അടുത്തത് 4 into 7 എത്രയാ, 4 into 7 28, 28 plus 1 29. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 29 മീറ്റർ മാത്രമേ ഉള്ളൂ, സെന്റിമീറ്ററിന്റെ പ്ലേസിൽ ആരും ഇല്ല. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, 29 മീറ്റർ. ക്ലിയർ ആയോ, 29 മീറ്റർ. ഓക്കെ, ഇത് മൾട്ടിപ്ലിക്കേഷൻ. ഇതുപോലെ തന്നെയാണ് ഡിവിഷൻ ചെയ്യുന്നത്. ഡിവിഷൻ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, വായിക്കട്ടെ ടീച്ചർ ഒന്ന്. ഡിവിഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുമോ, ഇല്ല, നമുക്ക് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമേ ഇല്ല. നോക്കൂ, 78 മീറ്റർ 20 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ 2 കൊണ്ട് ചെയ്യാൻ പറയുന്നു. അപ്പോൾ നമ്മൾ 2 കൊണ്ടാണ് ചെയ്യുന്നത്. ഇതില് മീറ്ററിന്റെ പ്ലേസ് ഉണ്ട് അല്ലെ, മീറ്ററിന്റെ പ്ലേസ് 78ഉം സെന്റിമീറ്ററിന്റെ പ്ലേസ് 20 ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ആൻസർ എഴുതാം. 2 കൊണ്ടാണ് ചെയ്യുന്നത് അല്ലെ. 2ന്റെ ടേബിൾ പറയുക. എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് 7 അടുത്ത് കിട്ടുന്നത്, 6 കിട്ടും അല്ലെ. എത്ര പ്രാവശ്യം പറഞ്ഞു, 3 ടൈംസ് പറഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 3 ടൈംസ് പറഞ്ഞപ്പോൾ നമുക്ക് 6 കിട്ടി. ഇനി സബ്ട്രാക്ട് ചെയ്യുന്നു, റിമൈൻഡർ 1 എഴുതുന്നു, 8 എഴുതുന്നു. അപ്പൊ 2ന്റെ ടേബിളിൽ 18 അടുത്ത് വരുന്ന എപ്പോഴാണ്, 18 അടുത്ത് വരുന്ന 9 ടൈംസ് ആകുമ്പോൾ 18 ആയി അല്ലെ. അപ്പൊ അത് 0 ആയി കഴിഞ്ഞു. അപ്പൊ അവിടെ തീർന്നു. അപ്പൊ മീറ്ററിന്റെ ആൾക്കാർ നമ്മൾ ചെയ്തു കഴിഞ്ഞു, ഇത്രയും മീറ്റർ ആയി. ദെൻ ഇനി നമ്മൾ സെന്റിമീറ്ററിന്റെ ആൾക്കാരെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതുവരെ കഴിഞ്ഞു. ഇനി അടുത്ത പ്ലേസ് ഇറക്കി എഴുതുന്നു. 2 ആണ് ഇറക്കി എഴുതുന്നത് അല്ലെ. 2 ഇറക്കി എഴുതി. 2ന്റെ ടേബിൾ ഒരു പ്രാവശ്യം എന്ത് തന്നെയാണ്, 2 തന്നെ വന്നു. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 വന്നു. നെക്സ്റ്റ് അടുത്ത ആളിനെ ഇറക്കി എഴുതി, 0 ആണ്, പോകത്തില്ല. അപ്പൊ മേളിൽ 0 കൊടുത്തു. സെന്റിമീറ്ററിന്റെ ടേമും തീർന്നു. ആൻസർ ആയോ? ഇതാണ് നമ്മുടെ ഡിവിഷൻ എന്ന് പറയുന്നത്. ഡിവിഷനും ഒന്നുമില്ല, മീറ്ററിൽ ചെയ്യുന്ന ആൻസർ അവിടെ എഴുതുക, പിന്നെ സെന്റിമീറ്ററിൽ ചെയ്യുന്ന ആൻസർ സെന്റിമീറ്റർ ആക്കി എഴുതുക. ഓക്കെ, അപ്പോൾ അതും നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക. ഓക്കെ, ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും അഡിഷനും സബ്ട്രാക്ഷനും ഒരുപോലെ തന്നെയാണ് ചെയ്ത് പഠിക്കുക. അപ്പൊ ആദ്യം കൺവേർട്ട് ചെയ്യാൻ പഠിക്കുക, ദെൻ അത് കഴിഞ്ഞിട്ട് ഇത് പഠിക്കുക. ഓക്കെ, ദെൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മെഷേഴ്സ് ഓഫ് വെയിറ്റിന്റെ മെഷേഴ്സ് പഠിക്കണം. അത് ലിറ്ററും മില്ലി ലിറ്റർ. ഇപ്പൊ ഇത് പഠിച്ചത് കൊണ്ട് അതേപോലെ തന്നെയാണ് നമ്മൾക്ക് ആദ്യം ഒന്ന് എന്താണ് കൺവേർട്ട് ചെയ്യുന്ന മാത്രം ഒന്ന് പഠിച്ചാൽ മതി. ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ബുധനാഴ്ച നമുക്ക് ഇതൊന്നും എടുക്കാം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മൺഡേ നമുക്ക് പെരിമീറ്റർ ആൻഡ് ഏരിയ പഠിക്കണം. ഓക്കെ, പെരിമീറ്റർ ആൻഡ് ഏരിയ പഠിക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് ടൈം പഠിക്കണം. ക്ലോക്ക് നോക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, അവിടെ ടൈം പഠിക്കണം. അത് കഴിഞ്ഞിട്ട് റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റ നമുക്ക് തീരും, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഒന്ന് ഹോംവർക്കുകൾ ചെയ്ത് അയക്കണം. ടീച്ചർ കുറേ പേർക്ക് കറക്റ്റ് ചെയ്ത് വരുന്നുണ്ട്, കുറച്ച് പേർക്ക് പറ്റുന്നില്ല. നിങ്ങൾ ആൻസർ ബാക്കിൽ കിടപ്പുണ്ടല്ലേ ടെക്സ്റ്റിൻ്റെ, അത് നോക്കി ഇങ്ങനെ എഴുതി വെക്കരുത്. ചെയ്യുന്ന മെത്തേഡ് ടീച്ചർ നോക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഹോംവർക്കുകളൊക്കെ ചെയ്തയക്കുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ടീച്ചറിനെ വിളിച്ച് ചോദിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ, സീ യു അഗെയിൻ.